കായംകുളം ചാരുമൂട് മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ഒരു സംഘർഷം നടക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്താനെത്തിയ BJP പ്രവർത്തകരെ CPI പ്രവർത്തകർ തടഞ്ഞതോടെ ചെറിയ സംഘർഷമുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. ചാരുമൂട് നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ, ശരിക്കും ഈ BJP ഒരു പ്രകോപനം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. എന്താണ് CPI ഇത്ര കടുത്ത രീതിയിൽ പ്രതിഷേധിക്കാൻ കാരണം? കഴിഞ്ഞ ഈ ഭാരതാംബയുടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ആ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJPയുടെ പ്രതിഷേധം ഇങ്ങനെ മന്ത്രി പി പ്രസാദിൻ്റെ വീട്ടിലും ഒപ്പം ഈ ആലപ്പുഴയിലെ ഓഫീസിലുമൊക്കെയായി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ചാരുമൂട്ടിലുള്ള നൂറിനാടിന് സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് BJPയുടെ ഒരു പ്രതിഷേധം രാവിലെ ഉണ്ടാകുന്നത്. ഭാരതാംബയുടെ ചിത്രവുമായി വീടിന് മുന്നിലെത്തി അവിടെ ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുക എന്നതായിരുന്നു അവിടെ പ്രതിഷേധ രീതി. ഇതറിഞ്ഞ CPI പ്രവർത്തകർ ഈ വീട്ടിലേക്ക് തടിച്ചുകൂടി എത്തുകയും BJPക്ക് ഈ പ്രതിഷേധത്തിനുള്ള അവസരം ഇല്ലാതാക്കുകയും ചെയ്യുകയായിരുന്നു. അവർ ഈ CPI പ്രവർത്തകരോട് ഒരു പ്രതിരോധം തീർത്തു. അങ്ങനെയാണ് രണ്ട് വിഭാഗവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം, ഒരു ഘട്ടത്തിൽ അത് കയ്യാങ്കളിയിലേക്ക് പോലും പോകുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ രണ്ട് വിഭാഗമായി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുന്ന, ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വൻ പോലീസ് സന്നാഹം ഈ വീടിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സംഘർഷത്തിലേക്ക് പോകാതെ ഇവരെ തടഞ്ഞു നിർത്താൻ നിലവിൽ പോലീസിനായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സമാധാന സാഹചര്യമാണെങ്കിൽ പോലും ഏത് നിമിഷവും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രകോപനപരമായ മുദ്രാവാക്യം ഇരുഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ രാജ്ഭവനിലുണ്ടായ ആ പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം അത് ഉയർത്തിയതിനെതിരെ മന്ത്രി പി പ്രസാദ് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവും തുടരുകയും ചെയ്തു. അതിനൊക്കെ പിന്നാലെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് BJP പോകുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ ഒരു പ്രതിഷേധവുമായി മന്ത്രിയുടെ വീടിന് മുന്നിലേക്കും എത്തിയത്. എന്തായാലും ആ പ്രതിഷേധം നടത്താൻ ഇതുവരെ BJPക്ക് സാധിച്ചിട്ടില്ല. അത് പൂർത്തിയാകാതെ അവിടുന്ന് പോകില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ചേർന്ന അശ്വിൻ പാലാഴിയാണ്. ചാരുമൂട്ടിൽ നിന്ന് ചെറിയൊരു പ്രതിഷേധം, അത് സംഘർഷം ഒഴിഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.